നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ ബോർഡർ ഫോഴ്സ് കസ്റ്റഡിയിലെടുത്താൽ മരണമടഞ്ഞു. ബുധനാഴ്ച ടെർമിനൽ 2-ൽ സുരക്ഷാ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അസാധാരണമായ പെരുമാറ്റം കാണിച്ചതിന് ഇയാളെ തടഞ്ഞു നിർത്തുകയായിരുന്നുവെന്ന് പോലീസ് വാച്ച്ഡോഗ് പറഞ്ഞു. മയക്കുമരുന്ന് കൈവശം വെച്ചതിനോടനുബന്ധിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അറസ്റ്റിനെ തുടർന്ന് ഇദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യം കൂടുകയും മരണം സംഭവിക്കുകയുമായിരുന്നു. ഇയാളുടെ മരണത്തെക്കുറിച്ച് ഇൻഡിപെൻഡൻസ് ഓഫീസ് ഫോർ പോലീസ് കണ്ടക്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മരണകാരണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇയാളുടെ മരണത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണെന്ന് IOPCയുടെ ഡയറക്ടർ അമാൻഡ റോവ് പറഞ്ഞു. അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 9ാമത് യുഗ്മ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ദേശീയ പൊതുയോഗം എഡിംഗ്ടണിൽ ഇന്ന്. 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ ജനാധിപത്യ പ്രക്രിയയിൽ 140ഓളം അസോസിയേഷനുകൾക്ക് പങ്കെടുക്കാനാകും. മുൻകൂട്ടി അറിയിച്ച പ്രകാരം നിശ്ചിത സമയത്തിനുള്ളിൽ യുഗ്മ പ്രതിനിധി ലിസ്റ്റ് സമർപ്പിച്ച അസോസിയേഷനുകൾക്ക് മാത്രമേ വോട്ടവകാശമുള്ളൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളായ കുര്യൻ ജോർജ്, മനോജ് കുമാർ പിള്ള, അലക്സ് വർഗീസ് എന്നിവരായിരിക്കും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത്. ദേശീയ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഫെബ്രുവരി 8, 9, 15 തീയതികളിൽ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് രാവിലെ 10-ന് നിലവിലെ ഭരണസമിതിയുടെ അവസാന ദേശീയ നിർവാഹക സമിതി യോഗം പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറയുടെ അധ്യക്ഷതയിൽ ചേരും. ഉച്ചഭക്ഷണത്തിന് ശേഷം 1 മണിക്ക് വാർഷിക പൊതുയോഗം ആരംഭിക്കും. അതിനുശേഷം വാർഷിക റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ച് പാസാക്കും. പൊതുയോഗ ഹാളിലേക്ക് പ്രവേശിക്കാൻ യുഗ്മ പ്രതിനിധികൾക്ക് മാത്രമേ അനുവാദം ഉണ്ടായിരിക്കുകയുള്ളൂ. UK തിരിച്ചറിയൽ കാർഡ് കയ്യിൽ കരുതേണ്ടതുമാണ്. സുരക്ഷിതമായ റോഡുകൾക്കായി സ്പീഡ് ക്യാമറകൾ. മദ്യപിച്ച് വാഹനമോടിക്കുന്നവരെയും അമിത വേഗതയിൽ വാഹനമോടിക്കുന്നവരെയും 1 മൈൽ ദൂരത്തു നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സാങ്കേതിക വിദ്യയുണ്ടെന്ന് അവകാശപ്പെടുന്ന ക്യാമറകൾ പോലീസിന്. സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരെയും വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരെയും കണ്ടെത്താൻ ഇതിന് കഴിയുമെന്നാണ് പോലീസ് അവകാശപ്പെടുന്നത്. 47,000 പൗണ്ട് വില വരുന്ന ക്യാമറ ഘടിപ്പിച്ച 4 പുതിയ വാനുകളായിരിക്കും മിഡ്ലാൻഡ്സിൽ ഇനി ഗതാഗത നിയമങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടുന്നതിനായി വിന്യസിക്കുക. ദിവസം 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കാവുന്ന ഈ സംവിധാനം ആഴ്ചയിൽ 7 ദിവസവും പ്രവർത്തനക്ഷമമായിരിക്കും. രാജ്യത്തെ തിരക്കേറിയ റോഡുകളിലൊന്നായ A30-ൽ ഡെവേണിന് സമീപം ഈ ക്യാമറ വിന്യസിച്ചപ്പോൾ 3 ദിവസങ്ങളിലായി ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ച് 300 പേരെയാണ് പിടികൂടിയത്. സാധാരണയായി ആദ്യ തവണ മുന്നറിയിപ്പ് നോട്ടീസ് അയക്കുകയാകും ചെയ്യുക. കുറ്റം ആവർത്തിച്ചാൽ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയേക്കാം. സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് ആപ്പിൾ UKയിൽ അഡ്വാൻസ്ഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ പിൻവലിച്ചു. ഇൻവെസ്റ്റിഗേറ്ററി പവേഴ്സ് ആക്ടിന് കീഴിൽ ഉപഭോക്തൃ ഡേറ്റയിലേക്ക് ബാക്ക്ഡോർ ആക്സസ് വേണമെന്ന UK സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്ന് ആപ്പിൾ അഡ്വാൻസ്ഡ് ഡേറ്റ പ്രൊട്ടക്ഷൻ സവിശേഷത UK വിപണിയിൽ നിന്ന് നീക്കം ചെയ്തു. 2022-ൽ അവതരിപ്പിച്ച ADP iCloud ഡേറ്റയ്ക്ക് എൻഡ് ടു എൻക്രിപ്ഷൻ നൽകി അക്കൗണ്ട് ഉടമകൾക്ക് മാത്രമേ അവരുടെ വിവരങ്ങൾ ആക്സസ് ചെയ്യാൻ കഴിയൂ എന്ന് ഉറപ്പാക്കി. ആപ്പിൾ ബാക്ക്ഡോർ സൃഷ്ടിക്കണമെന്ന UK സർക്കാരിന്റെ അഭ്യർത്ഥന കമ്പനി നടപ്പിലാക്കാൻ വിസമ്മതിച്ചു. പകരം UK ഉപയോക്താക്കൾക്കായി ഫീച്ചർ നിർത്തലാക്കാൻ തീരുമാനിച്ചു. തൽഫലമായി UK ഉപയോക്താക്കൾ iCloudൽ സംഭരിച്ചിരിക്കുന്ന ഡേറ്റ ഇപ്പോൾ ആപ്പിളിന് ആക്സസ് ചെയ്യാൻ കഴിയും. ലണ്ടനിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പുതിയ അതിവേഗ റെയിൽപാതകൾക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. ലണ്ടനിലെ സെന്റ് പാൻക്രസ് ഇന്റർനാഷണൽ സ്റ്റേഷനും ചാനൽ ടണൽ ഓപ്പറേറ്ററുമായ ഗെറ്റ്ലിങ്ക് UKയിൽ നിന്ന് ജർമ്മനിയിലേക്കും സ്വിറ്റ്സർലൻഡിലേക്കും നേരിട്ടുള്ള അതിവേഗ റെയിൽ സേവനങ്ങൾ അവതരിപ്പിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. കൊളോൺ, ഫ്രാങ്ക്ഫർട്ട്, ജനീവ, സുരിച്ച് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നിലവിലെ യൂറോസ്റ്റാർ ശൃംഖല വികസിപ്പിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. യാത്രക്കാരുടെ എണ്ണത്തിൽ പ്രതീക്ഷിക്കുന്ന വർധനവ് ഉൾക്കൊള്ളുന്നതിനായി തിരക്കേറിയ സമയങ്ങളിൽ മണിക്കൂറിൽ 1800 യാത്രക്കാരിൽ നിന്ന് 5000-ആയി സ്റ്റേഷന്റെ ശേഷി വർദ്ധിപ്പിക്കാൻ ലണ്ടൻ സെന്റ് പാൻക്രസ് ഹൈസ്പീഡ് ഉദ്ദേശിക്കുന്നു. പുതിയ റൂട്ടുകളെ പിന്തുണയ്ക്കുന്നതിനും ക്രോസ് ചാനൽ റെയിൽ വിപണിയിൽ മത്സരം വളർത്തുന്നതിനും ഈ വിപുലീകരണം അത്യാവശ്യമാണ്. ഈ പുതിയ റൂട്ടുകൾ പ്രവർത്തിപ്പിക്കാൻ നിരവധി കമ്പനികൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആവശ്യമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും നിയന്ത്രണ അംഗീകാരങ്ങളും പൂർത്തിയാക്കുന്നതിനെ ആശ്രയിച്ച് 2029ഓടെ സേവനങ്ങൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 68,000 അടിയന്തര ഡെന്റൽ ഡോക്ടർ അപ്പോയിന്റ്മെന്റുകൾ കൂടി പ്രഖ്യാപിച്ചു. ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ ഡെന്റൽ രോഗികൾക്ക് ഏകദേശം 70,000 പുതിയതും അടിയന്തരവുമായ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. DIY ഡെന്റൽ ചികിത്സ അവസാനിപ്പിക്കുന്നതിനായി 10,000-കണക്കിന് അടിയന്തര പരിചരണ അപ്പോയിന്റ്മെന്റുകൾ നൽകാൻ മേഖലയിലുടനീളമുള്ള ആരോഗ്യ മേധാവികൾക്ക് ഹെൽത്ത് മിനിസ്റ്റർ സ്റ്റീഫൻ കിനോക്ക് നിർദ്ദേശം നൽകി. ഈസ്റ്റ് ലണ്ടനിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ 4-ൽ ഒരാൾക്ക് ഡെന്റൽ ഡോക്ടറെ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് സർക്കാർ കണക്കുകൾ കാണിക്കുന്നു. അടിയന്തര ഡെന്റൽ നിയമനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത ഒരു പോസിറ്റീവ് ചുവടുവയ്പ് ആണെങ്കിലും ഈ സേവനങ്ങളുടെ ഫലപ്രദമായ ശ്രദ്ധയും പ്രവർത്തനവും ഒരു നിർണായക പ്രശ്നമായി തുടരുന്നു.
ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയില്ലെന്ന് മെഡിക്കൽ സംഘം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില ജീവന് ഭീഷണിയല്ല എന്നും പക്ഷേ അദ്ദേഹം അപകടനില തരണം ചെയ്തിട്ടില്ലെന്നും വെള്ളിയാഴ്ച നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ മെഡിക്കൽ സംഘം അറിയിച്ചു. ഒരാഴ്ച നീണ്ടുനിന്ന ബ്രോങ്കൈറ്റിസ് വഷളായതിനെ തുടർന്ന് ഫെബ്രുവരി 14 88-കാരനായ അദ്ദേഹത്തെ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്ന മരണത്തിന് കാരണമായേക്കാവുന്ന സെപ്സിസ് അണുബാധയ്ക്ക് തെളിവുകളൊന്നുമില്ലെന്ന് അദ്ദേഹത്തിന്റെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചതായി ITV ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ലണ്ടനിലുടനീളം പാർക്കിംഗ് പിഴകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. പാർക്കിംഗ് നിയമലംഘനങ്ങൾക്ക് ലണ്ടനിലെ ബറോകൾ 30 പൗണ്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. മേയർ സാദിഖ് ഖാൻ കൗൺസിലുകളുടെ അഭ്യർത്ഥന അംഗീകരിച്ചു. 2023 ഒരു പൊതു കൺസൾട്ടേഷന് ശേഷമാണ് കൗൺസിലുകൾ ഗതാഗത പരിസ്ഥിതി കമ്മിറ്റി ഈ നിർദ്ദേശം അംഗീകരിക്കുകയും മേയറുടെ അംഗീകാരത്തിനായി അയക്കുകയും ചെയ്തത്. പിഴകൾ ബാൻഡ് എ, ബാൻഡ് ബി എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. പിഴ ചുമത്തിയ പ്രദേശത്തെയോ ബറോയെയോ ഇത് ആശ്രയിച്ചിരിക്കുന്നു. ബാൻഡ് എയിലെ ഉയർന്ന നിരക്കുകൾ നിലവിൽ 130 പൗണ്ട് എന്നുള്ളത് 160 പൗണ്ട് ആകും. ബാൻഡ് ബിയിലെ ചാർജുകൾ നിലവിലെ 110 പൗണ്ടിൽ നിന്ന് 140 പൗണ്ടായും ഉയരും. നോട്ടീസിൽ ഗതാഗത സെക്രട്ടറി ഹെയ്ഡി അലക്സാണ്ടർ എതിർപ്പുകൾ ഉന്നയിച്ചില്ലെങ്കിൽ ഈ വർഷം ഏപ്രിൽ മാസത്തോടെ പദ്ധതി നടപ്പിൽ വരും. ഒരു നല്ല വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.